ഹായ്, ഐശ്വര്യയാണ്. വളരെ വിഷമമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്നെ സ്നേഹിക്കുന്ന ആരിലേക്കും ഞാൻ ഷെയർ പോലും ചെയ്തിട്ടില്ല. കാരണം ഇൻക്ലൂഡിങ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഈ അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നവർ കാണുമ്പോൾ അവർക്ക് വിഷമമാവും. അവരെന്നെ കാണുന്നത് എനിക്കും വിഷമാവും. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഇപ്പോൾ നീ ചിരിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ടീത്ത് മിസ്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്താണ് കഴിച്ച ഭക്ഷണം ഇടിയപ്പമാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്ലേറ്റിലോട്ട് എന്തോ വീണ ശബ്ദം കിട്ടി നോക്കിയപ്പോൾ എൻ്റെ പല്ലാണ് ഒടിഞ്ഞ് മുണയിലൊരു പൊടി വൈറ്റൊരു ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒടിഞ്ഞ് താഴെ വീണു. ഈ പല്ല് ഞാനൊരു 2018 എൻ്റെ പല്ലിൻ്റെ നടുക്കൂടെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ സ്പീക്കിംഗ്, പിന്നെ കുറച്ച് എഴുത്തൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വേദികളിലൊക്കെ സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ പോകേണ്ട ഒരു ജോലിയാണ്. സഹസ്ര ബിൽഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ പൊതുവേദികളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ ഈ സായ് എസ് ഒക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ മൈക്കിൽ കൂടെ അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു അത് നമുക്ക് മോശമാണല്ലോ, അതെന്തോ ഒരു ഭംഗി പോലെ. ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചുണ്ട് വെച്ചിട്ടേ ചിരിക്കുള്ളൂ. ഞാൻ എൻ്റെ പല്ല് കാണിച്ച് ചിരിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയുകയും നമ്മുടെ സ്ഥലത്ത് ഏറ്റവും നല്ല ഡോക്ടറിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പല്ലിനെ ഗ്രില്ല് ചെയ്ത് ചെറുതാക്കിക്കൊണ്ട് അതിനൊരു ക്രൗൺ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. റൂട്ട് കനാലൊക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. ഞാനൊരിക്കലും ഇത് ചെയ്ത ഡോക്ടറിനെയോ ചെയ്ത സ്ഥാപനത്തിനെയോ ഡീഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുക, ഡോക്ടറിനെ മെൻഷൻ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. കാരണം ഡോക്ടർ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആളായി. അന്നത്തെ ഡോക്ടർ അല്ലെന്ന്. ഡോക്ടർ സെലിബ്രിറ്റികൾക്കൊക്കെ ഈ സ്മൈൽ കറക്ഷനൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ പോലും അതുകൊണ്ട് ആ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുവാണ്. എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പോവുകയാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പോലും ചോർന്ന് പോവുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഒരു വശത്തോട്ടൊക്കെ നാക്കുവെച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം കഴിക്കാൻ. ഞാനിപ്പോൾ എൻ്റെ ഡോക്ടറെ ഇന്നലെ തന്നെ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സംഭവിക്കാം, പല്ലല്ലേ, മനുഷ്യ ശരീരമല്ലേ, അങ്ങനെ സംഭവിക്കാം. അതിന് അടുത്ത ഓപ്ഷനുണ്ട്. ഈ ഫ്രണ്ടിലെ ഇതും കൂടി എന്തോ ചെയ്തിട്ട് 3 പല്ലാക്കുക എന്ന്. അപ്പം എനിക്കെന്തോ മാനസികമായിട്ട് ഞാൻ അവിടെ ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് കുറച്ചും കൂടി ഒന്നും കൂടി തിങ്ക് ചെയ്തിട്ട് മറ്റൊരു സജഷൻ കൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിക്കുകയും തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വളരെ നാളുകളായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം വളരെ കാര്യമായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ 3 പല്ല് വെക്കുക എന്ന് പറയുമ്പോൾ ഈ പല്ല് എവിടെ ബാലൻസ് ചെയ്യും, അപ്പം 5 പല്ല് കവർ ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ. അപ്പം ഇതിനൊക്കെ പല്ലയിലൊക്കെ തൊടുമ്പം ഭയങ്കര പൈസയാണ്. പിന്നെ നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന സമയനഷ്ടം, പെയിൻ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഈ 5 പല്ല് ചെയ്യുമ്പോൾ 1 മന്താണ് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന മോണയിലിരിക്കുന്ന കുറ്റി എടുത്ത് കളഞ്ഞിട്ട് എടുക്കുന്നത് 1 മന്ത്. അത് കഴിഞ്ഞത് ഹീലായതിന് ശേഷമേ എനിക്കടുത്ത പല്ല് വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് എന്തോ ഒരു സാധനം വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഇട്ടതിനെ കൊണ്ടൊക്കെ ടെമ്പററി ആയിട്ട് അങ്ങനെ വെക്കുമ്പോൾ അസ്വസ്ഥതയൊക്കെ ഓർക്കുമ്പോൾ അതും നമുക്ക് പേടിയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡോക്ടർ പറഞ്ഞ കണ്ടീഷൻ. അപ്പം എൻ്റെ ആദ്യമേ എനിക്കിത് ചെയ്ത ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിൽ 3 പല്ല് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത്യാവശ്യം ഒരു എമൗണ്ട് പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചിട്ട് ഡോക്ടറിനെ വിളിക്കാം, ഞാൻ എൻ്റെ വീട്ടിലെ ഫാമിലിയോട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ പോന്നു. ഇന്ന് അടുത്ത ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ നാളെ വരാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ചെറിയ കുറ്റി റിമൂവ് ചെയ്യുകയാണ്. ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് പ്രിയപ്പെട്ടവരത് കാണുന്നത്. എന്നെ ഈ രൂപത്തിൽ കാണാൻ ആർക്കും തന്നെ, എന്നെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ സങ്കടമായിരിക്കും. ദയവ് ചെയ്തത് കാണുമ്പോൾ വീഡിയോ കോൾസ് എൻ്റെ ആരുടെയും എടുക്കാത്തതും വീഡിയോ കോളിൽ ഞാൻ മുന്നിലോട്ട് വരാത്തതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. എനിക്ക് വിഷമമാണ്. നിങ്ങൾക്കും
വിഷമാവും. കാര്യം നിങ്ങളൊക്കെ എന്നെ അത്രയും സ്നേഹിക്കുന്നവരാണ്. ഈ രൂപത്തിൽ എന്നെ കാണുമ്പോൾ അതൊരു വിഷമമായിരിക്കും. അപ്പോൾ ചോദിക്കും, ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ ഇങ്ങനെ ഉണ്ടാവില്ല? ഉണ്ടാവാം, എന്തിനും സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ സങ്കടം തന്നെയാണ്. അവർക്കതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് പെൺകുട്ടികൾ സ്മൈൽ കറക്ഷൻ, ഇങ്ങനെ ഗ്യാപ്പുള്ളത് ഇങ്ങനെയൊക്കെ ഫില്ല് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ആഡംബരപൂർണ്ണമായിട്ടുള്ള ഡെൻ്റൽ ക്ലിനിക്കുകളാണുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെൻ്റൽ ക്ലിനിക്കുകളാണ്. അവിടെ ഇതൊക്കെ ചെയ്തു തരും. പക്ഷേ ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഞാൻ അന്ന് ചെയ്തതിൽ വെച്ച് എൻ്റെ ഡോക്ടർ പറഞ്ഞു, അന്ന് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹം എനിക്ക് തന്നത് എന്നും പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ചിലയിടത്ത് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണാം, നമുക്കറിയില്ല. കാരണം എൻ്റെ പല്ലിന് കംപ്ലൈൻറ്റ് ഇല്ല. ഒടിഞ്ഞ പല്ല് എൻ്റെ കയ്യിലുണ്ട്. കാര്യം പ്ലേറ്റ് വീണ പല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വേറെ ഡോക്ടറെ നോക്കിയപ്പോൾ കംപ്ലൈൻറ്റ് എൻ്റെ പല്ലിനില്ല. വെച്ച പല്ലും എൻ്റെ പല്ല് കൂടായിട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അതായത് മോണയിൽ ഇനി ഒരു വെളുത്ത ഒരു നമ്മുടെ ഈ ബേബി ടീത്ത് വരുന്ന പോലൊരു പാട് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ അല്ലെങ്കിൽ പില്ലർ കൊടുത്തുകൊണ്ട് നമ്മൾ വീടൊക്കെ വെക്കുന്ന പോലെ അതിന് ആ പോയ ഭാഗത്ത് പില്ലർ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് വേണമെങ്കിൽ ഈ പല്ല് വെക്കാം. പക്ഷേ ആ പല്ലിന് സ്റ്റെബിലിറ്റി ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു പോയാൽ നമുക്ക് പേടിയാവില്ലേ? ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പേടിയാവും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് 3 പല്ലാക്കുക, 2 പല്ലിൻ്റെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, മെൻ്റലി ഉണ്ടാകുന്ന സ്ട്രെസ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ നമ്മളുടെ ചിരി മോശമായി പോയി ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ചിരി അഭംഗിയാണെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ പോലെ ചെയ്യുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. ഈ അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ ചിരിക്കുമ്പോൾ ഒട്ടും തന്നെ ഭംഗിയില്ലല്ലോ. എനിക്കിതേ കണ്ടിട്ട് പേടിയാവുകയാണ് ചെയ്തത്. ഞാൻ കണ്ണാടിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ക്യാമറയിൽ നോക്കുമ്പോൾ തന്നെ നോട്ട് ഓക്കെ. കാര്യം എനിക്ക് ഓക്കെ ആയിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞിട്ടില്ല. എന്നെ ഇത് താങ്ങാൻ പറ്റാത്ത എൻ്റെ മുതിർന്ന ആൾക്കാരെ ഞാൻ ഇത് അറിയിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണ്, നല്ല വിഷമമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടമാകും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഈ ടീത്ത് സംബന്ധമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫിൽ, എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷേ ഗ്യാപ്പ് വന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഉണ്ടാവാം ചിലപ്പോൾ. ഇപ്പം 100 പേരിൽ ഒരാളായിരിക്കാം ഞാൻ മേ ബി, പക്ഷേ ഇങ്ങനെ ഉണ്ടാവാം. ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നാളെ ഓർക്കാപ്പുറത്ത് നിങ്ങൾ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ ചിലപ്പോൾ ഡള്ളായി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി മൊമെൻറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്കിത് സംഭവിക്കുന്നത്. അപ്പം ഇത് കോമൺ അല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ താങ്ങാനോ അല്ലെങ്കിൽ ഇത് ഓവർകം ചെയ്യാനോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സാഹചര്യത്തെ നമ്മൾ മറികടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ രൂപത്തിൽ തന്നെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ 1-2 ഒപ്പീനിയൻസ് എടുക്കുക. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വയ്ക്കുക. എന്താണ് ഇവർ ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അന്നേരം ഒന്നും ആരും പറയില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ, ഞാനിത് ഇന്നലെ മുതൽ നോക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഇത് കറപ്ഷനെ കുറിച്ചുള്ള വീഡിയോസാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ളതും, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ ഹാപ്പിയായി, നിങ്ങളുടെ മുഖം ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ ഹാപ്പി ആയെങ്കിൽ ഇങ്ങനെയും കൂടി ഇതിനൊരു വശമുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയും. നമുക്കൊരു ചെറിയ ഭംഗിയായി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അങ്ങനെ പറ്റാഞ്ഞതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഓക്കെ, ഇനിയിപ്പം എന്താണെങ്കിലും എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ഞാൻ അടുത്ത പരിഹാരം ഏതെങ്കിലും രീതി കാണും.
അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നാളെ ഇതിൻ്റെ ആയിരിക്കുന്ന വൈറ്റ് ടീത്ത് ഒരു കുഞ്ഞു ഭാഗം ഉണ്ടല്ലോ അത് സർജറി ചെയ്ത് അത് എടുത്തു മാറ്റിയതിന് ശേഷം അത് ഹീലാവാൻ 30 days വേണം. അതിന് ശേഷം നമുക്ക് മാച്ചാവുന്ന 3 ടീത്ത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ 2 ടീത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് കാര്യമായിട്ടെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഈ 30 days നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, പൊതുവേദികളിൽ സംസാരിക്കാൻ പോകുന്ന ആൾക്കാരാണ്, പൊതുവേദികൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, സോഷ്യൽ മീഡിയയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അതെല്ലാം സ്റ്റോപ്പാവും. കാരണം നമുക്ക് നമ്മുടെ സംസാരം തന്നെ വ്യക്തമല്ല. നമുക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പാർട്ടിന് പോലും എന്തെങ്കിലും പറ്റുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു അണപ്പല്ലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് സഹിക്കും. ഈ പറയുന്ന ഞാൻ കൊച്ചിലെ എൻ്റെ പല്ലിന് കംപ്ലൈൻറ്റ് വന്നിട്ട് താഴത്തെ പല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ പിന്നീടായപ്പോൾ നമുക്ക് പേടി, അതിനൊന്നുള്ള ധൈര്യമില്ല. ഉള്ളിലോട്ടാണെങ്കിൽ നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ മനുഷ്യർ കാണുന്ന മുഖം, പല്ല്, ഫ്രണ്ടിലത്തെ പല്ലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമത്തിലായി പോകും. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏക ഉദ്ദേശം എനിക്കിത് ചെയ്ത സ്ഥാപനത്തിനെ മെൻഷൻ ചെയ്യാനോ ആ ഡോക്ടറെ മെൻഷൻ ചെയ്യാനോ സ്ഥാപനത്തിനെ ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നുമല്ല. ഇവൻ അവരുടെ പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിലും എന്തുമായാലും ഈ സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഇന്ന് ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ വെച്ച ടീത്ത് കാണിച്ചപ്പോൾ മോശം ടീത്തല്ല വെച്ചിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വെച്ചിരിക്കുന്ന ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് സംഭവിച്ചു. അപ്പോൾ നാളെ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നമുക്കതൊക്കെ താങ്ങാനും അല്ലെങ്കിൽ അപ്പം തന്നെ പോയിട്ട് അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ഉള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇടം ചൂസ് ചെയ്യുക. എനിക്കൊന്നും മെഡിക്കൽ കോളേജ് പോലൊക്കെ ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഡോക്ടേഴ്സിനെയൊക്കെ ഓപ്റ്റ് ചെയ്യുക. അതൊക്കെ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ കാണുന്നതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ ആരെങ്കിലും അവർക്ക് പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഇത് ചെയ്തു, എൻ്റെ സ്മൈൽ കറക്റ്റായി അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ കൂടുതലും അതിലാകൃഷ്ടരായി പോവും. അവർ പെയ്ഡായിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഈ പറയുന്നതൊന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും അവർക്ക് ബോധപ്പെടേണ്ട ആവശ്യമില്ല. അവരെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ അത് കണ്ട് പാവങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ട് കാര്യം പല്ലിലൊക്കെ നല്ല പൈസ ചിലവാണ്. ഒരു പല്ലിന് എത്ര 1000 രൂപയാണ് പറയുന്നതെന്ന് അറിയാമോ? അപ്പം 3, 4, 5 പല്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും എത്ര രൂപ നമുക്ക് പോകും. നമ്മൾ 2 പല്ലിൻ്റെ ഇടയ്ക്കത്തെ വിടവ് നിർത്താൻ പോയതാണ്. അത് ശരിക്കും പറഞ്ഞ് ഞാൻ എന്തൊരു അഹങ്കാരമാണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ആ പ്രവൃത്തിയെ പുച്ഛത്തോടെ കാണുന്നു. ഒരുപക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ പല്ല് എനിക്ക് ഇന്നിങ്ങനെ പോവില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ കോസ്റ്റ്, ഇപ്പോഴത്തെ കോസ്റ്റ്, അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, ഇന്നും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ നമ്മുടെ സമയനഷ്ടം, അന്നത്തെ സമയനഷ്ടം, ഇതിൽ നമുക്ക് എന്ത് കിട്ടി? കുറച്ച് നാൾ നമുക്ക് ഇതില്ലാതെ നിൽക്കാൻ പറ്റി. പക്ഷേ ഇന്ന് എൻ്റെ ചാനലിലോ അല്ല എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഇതിനു വേണ്ടി തയ്യാറാകുന്ന സാധാരണക്കാർ ഒന്നും കൂടി റീതിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ആൾക്കാരുടെ പരസ്യങ്ങളിലോ പുറമേയുള്ള കാര്യങ്ങളിലോ ആകൃഷ്ടരാകാതെ നമ്മൾ കുറച്ച് അവയർനെസ് ഉള്ളവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒന്നിലധികം കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ചെയ്യുക. അതൊക്കെയാണോ അതിൻ്റെ റൈറ്റ് വേ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ്. എന്താണെങ്കിലും ഞാൻ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒരു 1 month പിടിക്കും. ഓക്കെ, റെഡി ആവുമായിരിക്കും. റെഡി ആവുന്നത് പിന്നെ നാളെ ഈ ഒരവസ്ഥയിലെത്തുമോ അതറിയില്ല. ആ റെഡി ആവുന്നിടം വരെയുള്ള നമ്മുടെ സമയനഷ്ടം ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതിന് നിങ്ങൾ എന്താണ് മുൻകരുതൽ എടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞുതരാൻ പോലും എനിക്കറിയില്ല. വീണ്ടും പറയുന്നു, ഒരു സ്ഥാപനത്തിലെ വ്യക്തിയൊന്നും ഡീഗ്രേഡ് ചെയ്യാനല്ല ഈ വീഡിയോ. എനിക്കുണ്ടായ അനുഭവമാണ്. അതായത്
പല്ലിനകൽച്ച എന്നുള്ള ഒറ്റ കാരണത്തിന് പരിഹാരം ചെയ്യാൻ പോയത് കൊണ്ട് മാത്രമാണ് എൻ്റെ പല്ല് ഇങ്ങനെ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊഴിഞ്ഞ് പല്ല് താഴെ വീഴുക എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ. ഒരിക്കലും നമ്മൾ ഫ്രണ്ട് പല്ല് വെച്ച് നമ്മളൊരു ബൈറ്റ് ചെയ്യില്ല, നമ്മൾ കടിക്കുകയൊന്നും ചെയ്യില്ല. കാരണം ഓൾറെഡി നമ്മളിത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ട്. കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ബോധമൊക്കെ പോകും, നമ്മൾ യൂസ് ആകും, നമുക്ക് നമ്മുടെ ഓൺ സാധനമാണെന്ന് നമുക്ക് തോന്നും. എങ്കിലും നമ്മുടെ പല്ലിനകത്ത് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനൊരു കവറിങ് മാത്രം എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ അല്ല, നമ്മുടെ പല്ലിനെയൊക്കെ അവരങ്ങ് ചെറുതാക്കിയിട്ട് ഒരു കുഞ്ഞാക്കിയിട്ട് അതിനാണ് ഇത് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര വീതി തോന്നുമല്ലോ. എന്നിട്ടും എൻ്റെ പല്ലിന് ഓൾറെഡി ഫ്രണ്ടിലത്തെ പല്ലിന് വീതി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ എല്ലാവരും ഇത് അറിയുന്നത്. എല്ലാവർക്കും വിഷമിക്കണ്ട, നമ്മളിതും കിടക്കും. ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും നല്ല സാധനം വെച്ച് ചെയ്തിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ പല്ലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളവർക്ക് വേണ്ടി ഒരു അവയർനെസ്, ഒരു വീഡിയോ പോലെ മാത്രം ഇതിനെ കണ്ടാൽ മതി. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് തൊട്ടാൽ നേരെ വാട്സപ്പിലോട്ടാണ് പോകുന്നത്. എൻക്വയറി എഡിറ്റ്, ഞാൻ അങ്ങനത്തെ ഉള്ള ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചു. ഈ സമയമടക്കം എനിക്ക് ഡോക്ടേഴ്സിൻ്റെ മെസ്സേജ് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:15 ഈ സമയത്ത് കാര്യം നാളെ ഇവൻ പോയി എൻ്റെ പല്ല് കീറി ഇതായാൽ എനിക്ക് നാളെ നിങ്ങളോട് മിണ്ടാൻ പറ്റില്ലല്ലോ. അതിന് മുമ്പ് നിങ്ങളുടെ പാർട്ട് 1 എന്ന നിലയിൽ ഞാൻ ഇത് അറിയിക്കുന്നു. എൻ്റെ അടുത്ത ഫർദർ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് പോകെ ഞാൻ അറിയിക്കാം. ചെയ്യാനിരിക്കുന്നവരും ചെയ്തവരും എല്ലാം ഒന്ന് അലർട്ടാവുക. ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ ഒന്നുകൂടെ കൊണ്ടുവന്ന് കാണിക്കുക. ഓക്കെ ആണല്ലോ, ഇങ്ങനെയൊന്നും കുഴപ്പം വരത്തില്ലല്ലോ. കാരണം എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കൊന്നും ഒന്ന് കാണണമായിരുന്നു, സർവീസ് ചെയ്യണമായിരുന്നു. സർവീസ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറിനെ പോയി കാണണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഓർക്കാപ്പുറത്ത് പോകുമ്പോൾ ഞാനൊരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പല്ല് കൊഴിഞ്ഞ് പാത്രത്തിൽ വീണത്. ഞാൻ വിചാരിച്ചു കാതിൽ കിടന്ന കമ്മലാണ് ഊരി താഴെ വീണത് എന്ന് ഉള്ള, അതുപോലെ മെറ്റൽ വീഴുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ്, കുറച്ച് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ് ഫ്രണ്ടിലത്തെ പല്ലില്ലാത്തത്. ഇത് അപകടമൊക്കെ പറ്റുന്നവർക്ക് പറ്റുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. അതിനെ ആ രീതിയിൽ മാത്രം കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേഗം എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാനും ഒക്കെ ആവാനും പറ്റട്ടെ എന്ന് ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നല്ല ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടട്ടെ. അതാണ് പേടി. എവിടെയാണ് ശരി, ഏതാണ് ശരി, എവിടെ തിരഞ്ഞെടുക്കണം, അങ്ങനെയൊക്കെയുള്ളതാണ്. എന്താണെങ്കിലും ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് തുടർന്ന് വീഡിയോസ് 1-2 ഭാഗങ്ങളായിട്ടിടാം. നാളെ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ അവിടെ ചെയ്യുകയാണെങ്കിൽ, എനിക്കറിയില്ല, കാര്യം കുറേ ഡോക്ടേഴ്സ് ഇപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് അടുത്ത ദിവസം അറിയിക്കാം. എന്താണേലും നമ്മളുടെ ചെറിയ ഭംഗി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ പല്ലിൻ്റെ വിടവൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ വളരെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അല്ലാതുള്ളവർക്ക് പോയാൽ പല ഓപ്ഷൻസും കാണുമായിരിക്കാം മേ ബി. അപ്പം ഒത്തിരി സന്തോഷത്തോടെ എന്ന് പറയാൻ ഇന്ന് പറ്റുന്നില്ല, എങ്കിലും എല്ലാം ശരിയാവും, ആവട്ടെ.